എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം. 2026 എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷമായി നിങ്ങൾക്ക് 2026 സ്വീകരിക്കാം. എന്തെന്നാൽ ഇത്രയും നാളത്തെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പിന്നെ മറ്റുള്ളവരാലുള്ള മറ്റുള്ളവരുടെ ഒരു അപക്വമായ സമീപനത്തിലുള്ള വിഷമങ്ങളും ഒക്കെ തീർച്ചയായിട്ടും മാറും. എന്താ ഞാൻ അങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് എന്താ പറയുന്നതെന്ന് അറിയുമോ? തീർച്ചയായിട്ടും വൃശ്ചിക രാശിയിലേക്ക് കർക്കിടക ഗുരുവിൻ്റെ ഉച്ച ഗുരുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ദൃഷ്ടി വരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് അവരുടെ വൃശ്ചിക രാശിയുടെ 9ാം ഭാവത്തിലേക്ക് ഗുരു വരികയാണ്. അത് ഉച്ചത്തിലുള്ള ഗുരുവിൻ്റെ വരവാണ്. ഇത് ജൂൺ മാസത്തിലാണ് തുടങ്ങുന്നതെങ്കിലും ഏകദേശം മാർച്ച് വരയ്ക്കും 9ാം ഭാവത്തിൽ നിന്നുള്ള ഗുരുവിൻ്റെ അതായത് പുണർദത്തിലുള്ള ഗുരുവിൻ്റെ ഒരു നോട്ടം തന്നെയായിരിക്കും. വക്രത്തിലുള്ള ഗുരുവായാലും അത് 9ാം ഭാവത്തെ നല്ല സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ ഇടയിലുള്ള മാർച്ച് മുതലുള്ള ജൂൺ വരയ്ക്കുള്ള ഒരു 2 മാസം ഒഴികെ 2 മാസം അത് 8ാം ഭാവത്തിലേക്ക് പോകുന്നെങ്കിലും ബാക്കിയുള്ള സമയം പൂർണ്ണമായിട്ടും വൃശ്ചികത്തിനെ കൈവിടില്ല. വൃശ്ചികത്തിൻ്റെ എല്ലാ നഷ്ടങ്ങളും നികത്തി എല്ലാ സന്തോഷങ്ങളും തിരിച്ചു കൊണ്ടുവന്ന് അവരെ പൂർണ്ണ ബലവാന്മാരാക്കി കൊണ്ടുവരാൻ പോകുന്നതാണ് സുഹൃത്തുക്കളെ. ശരിയാണ്, ശനിയുടെ 5ാം സ്ഥിതി ചില കാര്യങ്ങളിൽ അവർക്ക് ശാരീരികമായ അസുഖങ്ങൾ ഉണ്ടാക്കുമെങ്കിലും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കർമ്മസ്ഥാനത്തായാലും ചെറിയ കർമ്മസ്ഥാനത്ത് സ്ഥാനചലനത്തിന് ചാൻസ് ഉണ്ടെങ്കിലും ബാക്കി എല്ലാ രീതിയിലും ശനി ഭഗവാനെ സപ്പോർട്ട് ചെയ്യും. അപ്പം വർഷഗ്രഹങ്ങളായ ശനിയും ഗുരുവും ചെയ്യുന്ന സപ്പോർട്ട് കൊണ്ട് വൃശ്ചികത്തിന് ഇത്രയും നാൾ പെട്ട കഷ്ടപ്പാടുകളിൽ നിന്നും മാറും. വൃശ്ചിക നക്ഷത്രത്തിനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്നാൽ അതിലുള്ള ചന്ദ്രൻ്റെ ആ നീചത്വമാണ്. ചന്ദ്രനാണ് മനസ്സെപ്പോഴും വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന, അതായത് ഇന്ന് രാവിലെ ചിന്തിക്കുന്ന ആയിരിക്കില്ല വൈകുന്നേരം ചിന്തിക്കുന്നത്, ഇത് രണ്ടും ആയിരിക്കില്ല ഉച്ചയ്ക്ക് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്വഭാവം, ആ ചന്ദ്രൻ്റെ സ്വഭാവവും നമുക്ക് മാറ്റിയെടുക്കണം സുഹൃത്തുക്കളെ. വ്യാഴത്തിൻ്റെ നോട്ടം, വ്യാഴത്തിൻ്റെ ദൃഷ്ടി തീർച്ചയായിട്ടും നല്ല ഒരു കാര്യം തന്നെയാണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഭഗവതിയെ, ഭദ്രകാളിയമ്മയെ പൂജിക്കുക. എന്തുകൊണ്ടാൽ ഭദ്രകാളിയമ്മയ്ക്ക് തീർച്ചയായിട്ടും വൃശ്ചികത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റും. അനിഴത്തിൻ്റെ ദേവനാണല്ലോ ശനി. അതുപോലെ പിന്നെ വൃശ്ചികത്തിൻ്റെ രാശിയുടെ ദേവനാണല്ലോ ചൊവ്വ. ഇതെല്ലാം, അതുപോലെ ചന്ദ്രൻ അതിൽ നീചമല്ലേ. അപ്പോൾ ഇതിനെല്ലാം, ഈ ഒരു ആസ്പെക്റ്റുകളെല്ലാം ചിന്തിക്കുമ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വൃശ്ചിക രാശിക്ക് ഭദ്രകാളി അമ്മ തന്നെയാണ്. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ തന്നെ ശനിയുടെയും ചൊവ്വയുടെയും ഒരു കോമ്പിനേഷനാണ്. പിന്നെ അമ്മ എന്ന് പറയുമ്പോൾ എന്താണ്? ഭഗവതിയാണ്, അതായത് ഭദ്രകാളി തന്നെയാണ്, ദേവി തന്നെയാണ്. അപ്പോൾ ഈ 3 കോമ്പിനേഷനാണ് അവിടെ വരുന്നത്. അത് നിങ്ങൾ മുറുകെ പിടിച്ചോളുക. ബാക്കി എല്ലാ ദൈവം നോക്കിക്കോളും. കാരണം ഗുരുവിൻ്റെ ശക്തി പിന്നെ ഇത്രയും നാളുള്ള അരക്ഷിതാവസ്ഥയിൽ നിന്ന് ആ ഒരു ശനിയുടെ ആ ഒരു ദോഷാവസ്ഥയിൽ നിന്നുള്ള മാറ്റം എല്ലാം കൂടി 2026 അത് പൂർണ്ണമായിട്ടും വൃശ്ചിക രാശിക്ക് വളരെ ഉപയോഗപ്രദമായിട്ട് മാറ്റും. പിന്നെ 9ലെ ഗുരു നിങ്ങൾക്ക് എന്തൊക്കെ തരാൻ പോകുന്നുണ്ടെന്നറിയാമോ? നല്ല ചിലപ്പോൾ പലർക്കും പലതരത്തിലുള്ള അവാർഡ്സ് കിട്ടാനും, നല്ല ഗിഫ്റ്റുകൾ കിട്ടാനും, കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കാനും, അഥവാ വീട്ടിൽ കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അത് കുടുംബത്തിലുള്ള ചില ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറാനും, അഥവാ ഡൈവേഴ്സ് ആയവരാണെങ്കിൽ അവർക്ക് പുനർവിവാഹം നടക്കാനും ഒക്കെ ഈ ഗുരു സഹായിക്കും. കാരണം പുനർവിവാഹത്തെപ്പറ്റി അവർ ചിന്തിക്കാൻ തുടങ്ങും. അതുപോലെ വൃശ്ചിക രാശിയുടെ ഒരു സ്വഭാവം അറിയാമല്ലോ.
അവർ താഴെ വീണാലും മീശയിൽ മണ്ണൊട്ടില്ല എന്നുള്ളൊരു ചിന്താഗതി അത് കാണിക്കില്ല. അവരെന്ത് വിഷമം ഉണ്ടെങ്കിലും ഉള്ളിൽ വളരെ ആ എട്ടാം ഭാവത്തിൻ്റേതായിട്ടുള്ള കാലപുരുഷൻ്റെ എട്ടാം ഭാവത്തിൻ്റേതായിട്ടുള്ള ആ ഒരു പിന്നെ ഒരു രഹസ്യം വളരെ രഹസ്യങ്ങളുടെ ഉറവിടമാണ് വൃശ്ചികം. അവരെ മനസ്സിലാക്കാൻ ആർക്കും പറ്റില്ല. കാരണം കാലപുരുഷൻ്റെ എട്ടാം ഭാവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴൽക്കിണർ മാതിരി അത്രയുള്ള മുഴുവൻ അതിന് നിറച്ച് രഹസ്യങ്ങളിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയായിരിക്കും. അവർക്കുള്ള ഒരേ ഒരു വീക്ക്നെസ് നമ്മൾ പറഞ്ഞ പോലെയുള്ള നീചചന്ദ്രനാണ്. ആ നീചചന്ദ്രനെ ബലപ്പെടുത്താൻ അവർക്ക് എന്ന് കഴിയുന്നോ അവരന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഗുരുവിൻ്റെ ഇപ്പോൾ 2026 ഗുരുവിൻ്റെ ആ നോട്ടം, ഗുരുവിൻ്റെ വൃശ്ചികരാശി എന്ന് പറയുന്നത് 9ാം ഭാവത്തിലേക്ക് ഗുരു വരുന്ന സമയത്ത് ഉച്ച ഗുരുവിൻ്റെ അവസ്ഥ തീർച്ചയായിട്ടും അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വൃശ്ചികരാശിക്ക് പൊതുവേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നൊന്നും നടക്കത്തില്ല, പക്ഷെ അവർ നടക്കത്തില്ലെന്ന് വിചാരിക്കുന്നതൊക്കെ നടക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ ഒരു സ്വഭാവം വൃശ്ചികരാശിക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്, അനുഭവങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അതും വളരെ നല്ല കാര്യങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. പണം തിരികെ കിട്ടാനുള്ളവർക്ക് പണം തിരികെ കിട്ടും, കുടുംബം തിരികെ കിട്ടാനുള്ളവർക്ക് കുടുംബം തിരികെ കിട്ടും, സന്തോഷം തിരികെ കിട്ടാനുള്ളവർക്ക് സന്തോഷം തിരികെ കിട്ടും, നല്ല ഒരു ജോലി പ്രതീക്ഷിക്കാം. ഇതൊക്കെ വൃശ്ചിക രാശിയുടെ പൊതുവായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾ 1-2 കാര്യങ്ങൾ കൂടി ചിന്തിക്കണം. അതായത് നമ്മുടെ ജാതകത്തിൽ ഗുരുവിൻ്റെ ബലം നന്നായിട്ടുണ്ടായാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച മാതിരി പോവുള്ളൂ. ഗുരുവിൻ്റെ ബലം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും കർമ്മപരിഹാരങ്ങൾ ചെയ്യണം. അതുപോലെ ജാതകത്തിൽ ഇത് ഗണ്ഡാന്ത ദോഷങ്ങളോ ജാതകദോഷമോ അല്ല പിന്നെ ബ്രഹ്മഹത്യാദോഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ജാതകത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നല്ല ആചാര്യനെ കൊണ്ട് കാണിച്ച് അതിനുള്ള പരിഹാരം എടുക്കണം. ഓരോ ഗ്രഹങ്ങളുടെയും ബലം അറിയണം. ഈ ഗ്രഹങ്ങൾ തമ്മിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പിനേഷൻസ് അറിയണം. ഉദാഹരണമായിട്ട് ഞാനൊരു ജാതകത്തിൽ കണ്ടു, എല്ലാ ഗ്രഹങ്ങളും മിക്കവാറും ഉള്ള ഗ്രഹങ്ങളെല്ലാം ഉച്ചത്തിലാണ്, പക്ഷേ ഗുരുവും ശനിയും ഒന്നിച്ച് നിൽക്കുകയാണ്. അവിടെ എന്താ നിങ്ങൾക്ക് നടക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താ നടക്കുന്നത്? ധർമ്മദേവനാണ് ശനി അല്ലേ? അതുപോലെ ഗുരുവിൻ്റെ സ്വഭാവം എന്താണ്? വളരെ സംയമനമുള്ള ആളുമാണ്. അപ്പോൾ ആ ഒരു ജാതകം മിക്കവാറും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മദേവത വന്നിട്ട് അത് നിൽക്കുന്ന ഭാവത്തിനനുസരിച്ച് പിന്നെ അതിൻ്റെ സ്വഭാവം കാണിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് എന്ത് പരമാണോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ഏത് ഭാവത്തിലാണ് ശനി നിൽക്കുന്നതെന്ന് ഉറപ്പിക്കാം. അപ്പം ശനി ഒരു വിഷമത്തെ സ്ഥിതിയിലേക്ക് നിൽക്കുകയാണെന്ന് വെച്ചോളുക, അതിൽ കൂടെ ഗുരുവും കൂടെ നിൽക്കുകയാണെന്ന് വെച്ചോളുക. എന്താ സംഭവിക്കുന്നത്? അവിടെ എല്ലാം അടക്കി പിടിച്ച് വെളിയിൽ കാണിക്കാതെ നിൽക്കുന്ന ഒരു ജീവനെയായിരിക്കും നമ്മൾ ആരുടത്തിലൂടെ കാണുന്നത്. മനസ്സിലായില്ലേ? ലഗ്നത്തിൻ്റെ ഏതവസ്ഥയിലാണ് ഗുരു ശനി കോമ്പിനേഷൻ വരുന്നതോ അതനുസരിച്ചായിരിക്കും അവരുടെ അവസ്ഥ. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കുണ്ട്. ചൊവ്വ പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചൊവ്വ മിഥുനത്തിൽ നിന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശുക്രൻ ചിങ്ങത്തിൽ നിന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആൺജാതകത്തിന് എന്ത് സംഭവിക്കും, പെൺജാതകത്തിന് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഒരു വിവാഹം പോലെയുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആ ജാതകം ഒരു ആചാര്യനെ കാണിച്ച് ഇങ്ങനെയൊക്കെ ദോഷങ്ങളുണ്ടോ, ഗ്രഹദോഷങ്ങളുണ്ടോ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഗണ്ഡാന്ത ദോഷങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കിയിരിക്കണം. കന്നിശാപമുള്ള ജാതകമാണെന്ന് വെച്ചോളുക, അത് വിവാഹത്തിലേക്ക് പോയെന്ന് വെച്ചോളുക. അതുപോലെ ഗർഭിണി ശാപമുള്ള ജാതകമാണെന്ന് വെച്ചോളുക, അതൊരു വിവാഹത്തിലേക്ക് പോയെന്ന് വെച്ചോളുക. അതിൻ്റെയൊക്കെ ഫലങ്ങൾ വളരെ വിഷമകരമായിട്ട് വരും. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇതൊന്നും പരിഹാരമില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല, 100% പരിഹാരമുണ്ട്. നമ്മുടെ ആചാര്യന്മാർ ഇതിനെല്ലാം പരിഹാര ക്ഷേത്രങ്ങൾ, ആത്മീയമായ പരിഹാര ക്ഷേത്രങ്ങൾ എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ട്. അവർ ആ പരിഹാരത്തിലൂടെ അതിനനുസരിച്ചുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഓരോ ക്ഷേത്രം നിർമ്മിക്കുമ്പോഴും അന്ന് ഓരോ പരിഹാരത്തിന് വേണ്ടിയിട്ടായിരുന്നു നിർമ്മിച്ചിരിക്കുന്നത്.
അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയി ആ പരിഹാരം അതിൻ്റെ ആ ദോഷപരിഹാരങ്ങൾ വിധിയാമണ്ണം ചെയ്താൽ തീർച്ചയായിട്ടും ആ ദോഷത്തിൽ നിന്ന് വെളിയിൽ വരാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങളത് എപ്പോഴും നമ്മളൊരു നല്ല കാര്യത്തിന് പോകുന്നതിന് മുമ്പ്, നല്ല കാര്യമൊന്നല്ല സുഹൃത്തുക്കളെ, പൊതുവെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ആ ഏർലിയർ സ്റ്റേജിൽ തന്നെ നമ്മുടെ കുട്ടികളുടെ ആ ഒരു ജീവിതം വഴിത്തിരിവാകുന്ന സമയമുണ്ടല്ലോ, അപ്പം തന്നെ ഒരു ജ്യോത്സ്യനെ കണ്ട് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മനസ്സിലാക്കി, ആ ജാതകത്തിൻ്റെ റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി റൂട്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അറിയുമോ? എല്ലാ ജാതകങ്ങളുടെയും ആ കോമ്പിനേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ആ നിപ്പിൻ്റെ ഒരു സബ്ലോഡ് അങ്ങനെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് വന്ന് ഒരു ഗ്രഹത്തിൽ നിൽക്കും. മിക്കവാറും ആ ജാതകത്തിലെ എല്ലാ ഗ്രഹത്തിൻ്റെ റൂട്ട് ഒന്നായിരിക്കും മിക്കവാറും. ചിലപ്പോൾ 1-2-3 റൂട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ചില അപൂർവം ജാതകങ്ങളിൽ, മിക്കവാറും ഒന്നായിരിക്കും. അപ്പോൾ ആ റൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഒരു മരത്തിൻ്റെ റൂട്ടിനെ എടുത്തു കഴിഞ്ഞാൽ ആ റൂട്ടിന് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ മരം നല്ല ബലവാനായിട്ട് നിൽക്കും അല്ലേ? ഇത് തന്നെയാണ് ജാതകത്തിൽ. അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കാൻ അറിയണം. അപ്പം ഇതൊക്കെ അറിയാവുന്ന തീർച്ചയായിട്ടും ഒരാചാര്യനെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് അവരെ കണ്ടുപിടിച്ച് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ, അത് പിന്നെ കല്ലുകളായാലും ശരി, അല്ല വിധി നമ്പർ ലക്കി നമ്പറായാലും ശരി, അതുപോലെ മറ്റ് കാര്യങ്ങൾക്ക് നിറങ്ങളായാലും ശരി, എല്ലാം പിന്നെ നമ്മുടെ അസ്ട്രോളജിയിൽ, അതായത് പിന്നെ ജ്യോതിഷത്തിൽ എല്ലാത്തിനും സ്ഥാനമുണ്ട്. അത് യഥാർത്ഥമായി പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയെ കണ്ട് അതിന് വിധിയാമണ്ണം പരിഹാരം എടുത്ത് അത് കർമ്മപരിഹാരമായാലും ആത്മീയ പരിഹാരമായാലും, അതല്ല ഇത് രണ്ടും വേണ്ട, എനിക്ക് ബാച്ച് ഫ്ലവർ മെഡിസിൻസ്, അതായത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വെസ്റ്റേൺ അസ്ട്രോളജി പ്രകാരം നമുക്കതിന് പരിഹാരം ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ചിലർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. എപ്പോഴും ഞാൻ പറയാമല്ലോ, എപ്പോഴും ആത്മീയ പരിഹാരത്തിനാണ് മുൻഗണന, അതിനാണ് കൂടുതൽ ശക്തി. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നമുക്കതിന് പറ്റിയില്ല, നമുക്കത് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് കുഴപ്പമില്ല, കുറച്ച് നാളായാലും കുഴപ്പമില്ല, കാര്യങ്ങൾ പെതുക്കെ അങ്ങോട്ട് ഇമ്പ്രൂവ് ആയാൽ മതി എന്നുള്ളവർ ബാച്ച് ഫ്ലവർ മെഡിസിൻസ് എടുക്കാം. അതും ഒരു പരിഹാരമാണ്. ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാരാൽ നിർമ്മിക്കപ്പെട്ട് നമുക്ക് തന്ന കാര്യങ്ങളാണ്. വളരെ വ്യക്തമായി പറഞ്ഞാൽ ഈ അസ്ട്രോളജി വന്നിട്ട് നല്ല പരിഹാരങ്ങളെടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചിന്ത, അതായത് ആത്മാർത്ഥമായ ഒരു സപ്പോർട്ട് വേണമെന്ന് മാത്രം. നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മൾ തന്നെ ശ്രമിക്കണമെന്ന് മാത്രം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ നിങ്ങൾക്ക് അറിയണമെന്നുള്ളതിൽ തീർച്ചയായിട്ടും എന്നെ വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാം. ഞാനത് വഴിയാമണ്ണം മറുപടി പറയാം. നമുക്കതിനുള്ള സൊല്യൂഷൻസ് എടുക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി 2026 വൃശ്ചിക രാശിക്ക് എല്ലാവരും നന്നായിരിക്കണമേ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. നമസ്കാരം.